പാഠം 754. 2 സമാധാന പ്രിയർ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, അമ്മാവ ഇതെവിടുന്ന് വിളിക്കുന്നേ? അതെയോ, എപ്പോഴാ പുറപ്പെടുന്നേ? ശരി, 1 മണിയാവും പുറപ്പെട്ടോ, ഒരു 5 മണിയാവും ഇവിടെ എത്താം. അതെ, റോഡുകളൊക്കെ കുറച്ച് മോശമാണ്, അതുകൊണ്ട് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. 5:10 അത്ര കൃത്യമാണോ? ഭാവ എവിടെ ഉണ്ട്? അവള് നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആഫീസിന് 5:15 കഴിയുമ്പോൾ ഇവിടെ എത്തും. ശരി, വലിയ മോന, അവര് കൃത്യം 5:10 ഇവിടെ എത്തും. സമയനിഷ്ഠയുടെ കാര്യത്തിൽ അമ്മാവൻ എന്നെ പോലെ തന്നെയാ. 1 മിനിറ്റ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ രസമല്ലേ? നീ അങ്ങനെ പറയൂ. കാരണം നിന്റെ കുടുംബത്തിൽ ഒരാളും ഇതുവരെ ഒരിടത്തും സമയത്ത് പോയിട്ടില്ല. പക്ഷേ എന്റെ കുടുംബത്തിന്റെ കാര്യം അങ്ങനെ അല്ല. അങ്ങനെ ആവില്ലല്ലോ. സത്യത്തിൽ ഈ ക്ലോക്ക് കണ്ടുപിടിച്ചു തന്നെ മോഹനയുടെ ഒരു മുതുമുത്തച്ഛനല്ലേ? എന്റെ ഈശ്വരാ, ഇതുവരെ ഒരു കൃത്യനിഷ്ഠക്കാരനെ സഹിച്ചാൽ മതിയായിരുന്നു. അത്രയും സമാധാനം. പിന്നെ ഒരു കാര്യം, ഡൽഹിയിലൊക്കെ ജീവിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ചില ചിട്ടകൾ ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടത് നീയാ. മുഴുവൻ സമയവും നീ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പൊ എനിക്ക് ഓഫീസിൽ പോണ്ടേ? ഓഫീസിൽ പോകാനോ? എന്തിന്? നീ എന്താ പാപ്പ ഈ പറയുന്നത്? എന്റെ അമ്മാവനും അമ്മാവും ഇവിടെ ഉള്ളപ്പോ ഓഫീസിൽ പോണെന്ന് പറഞ്ഞ് നീ പോയാ അവരുടെ കാര്യം ആര് നോക്കും? അത് നടക്കില്ല എന്ന് പറഞ്ഞങ്ങനെ മോനട്ടാ, എനിക്ക് കേസല്ലേ? കേസിന്റെ അവധിക്ക് എനിക്ക് ഹാജരാവണ്ടേ? അതൊന്നും ശരിയാവില്ല. അമ്മാവനും അമ്മാവും തിരികെ പോയതിനു ശേഷം നീ കോടതി പോയാൽ മതി. ഈ കോടതി എന്ന് പറയുന്നത് എന്റെ കുടുംബ സ്വത്തുമല്ല. ഈ ജഡ്ജി എന്ന് പറയുന്ന എന്റെ അച്ഛനും അല്ല. കേസ് വിളിക്കും വക്കീൽ അവിടെ ഇല്ലെങ്കിലേ വിവരം അറിയും. എനിക്കെന്തായാലും കോടതി പോയാൽ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. കോടതി പോകാൻ എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. നീ പറഞ്ഞ ന്യായമുണ്ടോ എന്ന് നമുക്ക് ഉത്തമനോട് ചോദിക്കാം. എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഉത്തമനല്ല. പക്ഷെ നീ കോടതി പോയാൽ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ഇതെന്തൊരു കഷ്ടം നോക്കണേ. നമസ്കാരം സാറേ. ലോനപ്പന്റെ പോക്കുവരവിന്റെ കാര്യം ഇന്ന് ശരിയാക്കി തരാമെന്ന് സാർ പറഞ്ഞായിരുന്നു. കരമടയ്ക്കാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. ലോനപ്പന്റെ പോക്കും വരവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പോക്കുവരവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അമ്മാവനും അമ്മായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അവര് വരുമ്പോ നീ നേരെ കോടതിയിലേക്ക് പോയാ അമ്മാവ് നിന്നെ പറ്റി കരുതുക. കുടുംബസ്നേഹമില്ലാത്ത ഒരു അഹങ്കാരാണെന്ന് കരുതില്ലേ? വിചാരിച്ചോട്ടെ, എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നെ പറ്റി എന്ന് വിചാരിക്കും. ഭാര്യ നിലക്ക് നിർത്താൻ അറിയാത്ത കോന്തനാണ് ഞാൻ കരുതില്ലേ? മോഹനേട്ടനെ പറ്റി അവരെന്ത് കരുതിയാലും എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഈ വീട്ടിൽ നിന്റെ ഇഷ്ടമാണ് നടക്കുന്നതെന്നും ഞാൻ നീ പറയുന്ന അനുസരിക്കുന്ന ഒരു പെങ്കോന്തനാണെന്ന് വരുത്തി തീർക്കുക വേണം. അതല്ലേ നിന്റെ വാശി? ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് നീ എന്റെ അമ്മായിയെ കണ്ട് പഠിക്കണം. സത്യം പറഞ്ഞ അന്തസ്സുള്ള ഭാര്യമാർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരെ കണ്ടുപഠിക്കേണ്ട ഒരു ഗതിയോട് വന്നിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഇത് അഹങ്കാരം. പക്ഷേ നിന്റെ ഈ അഹങ്കാരം ഞാൻ വെച്ചു ഉറപ്പിക്കുന്നത് കരുതരുത്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്റെ അമ്മാവനും അമ്മായി ഇവിടെ ഉള്ളപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയാൽ നീ വിവരം അറിയും. ഇറങ്ങുന്നു. ഇമ്മാതിരി വരട്ടൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എന്നോടാണ് ഞാനൊരു കാര്യം പറയുമ്പോ എതിര് പറയരുതെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. 10-35 കൊല്ലമായില്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാനറിയാത്ത എന്ത് സ്വഭാവം നിങ്ങൾക്കുള്ളത്? ദേ, എന്റെ വായിന്നൊന്നും കേൾക്കാതെ മിണ്ടാതിരിക്കുന്ന നല്ലത്. അമ്മായി, നീ മിണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നപ്പോഴേ പൂച്ച പോലിരുന്ന മനുഷ്യനാ സ്വന്തം നാട്ടിലെത്തിയപ്പോ തിണ്ണമെടുക്ക് കാണിക്കാൻ തുടങ്ങി. ദേ, എന്റെ അടുത്ത് വേഷം കെട്ടുകൊണ്ട് വന്ന കുത്തിയാൻ വെച്ചേ. കുത്ത നീങ്ങി വാടി. അന്ന് ഡൽഹിയിൽ വെച്ച് ഞാൻ നിന്നെ നോക്കി വെച്ചതാ. അവിടെ വെച്ച് ഞാൻ വല്ലതും ചെയ്ത് നീ ചത്തുപോയാ ഡെഡ് ബോഡി വിമാനത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് കാശ് ചെലവാകുമല്ലോ എന്ന് ഓർത്ത് മാത്രമാ നിന്നെ ഞാനൊന്നും ചെയ്യാത്തത്. ഇതേ എന്റെ നാടാ. ഇനി അങ്ങോട്ട് ധിക്കാരം കാണിച്ച ചവിട്ടി നിന്റെ നട്ടലൊടിക്കും ഞാൻ. എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. ചോണയുണ്ടെങ്കിലേ നിങ്ങൾ അകത്തേക്ക് വാ.
പിള്ളേരുടെ മുമ്പിൽ ഇട്ട് കെട്ടിയോനെ തല്ലിന്നുള്ള ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കാനാ അകത്തേക്ക് വിളിക്കുന്നത്. ചുണയുണ്ടെങ്കി വാ. ആ, എടി പെണ്ണെ, അയ്യോ ദാണ്ട തിരിച്ചു വരുന്നു. ഇങ്ങോട്ട് എടുക്കും. ഇനി അവളെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. മോനുഷ്ണ അവളുടെ നിലവിളി കേട്ട ഓടി വരണ്ട. എന്നോടാ കളി. അയ്യോ അവിവേകൊന്നും കാണിക്കല്ലേ. മോനേട്ടാ എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അമ്മാവനും അമ്മായും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണോ രാവിലെ മോഹനേട്ടനോട് പറഞ്ഞത്?